ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് സുപരിചിതമാണല്ലോ. സക്കേവൂസും സിക്കമോർ മരവും. യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ സക്കേവൂസ് സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. അതിലൂടെ കടന്നുപോയ ഈശോ സിക്കമോർ മരത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ സക്കേവൂസിനെ വിളിച്ചു, സക്കേവൂസ് ഇറങ്ങി വാ. ജീവിതത്തിൽ എന്തോ താൻ നേടിയെടുത്ത വലിയൊരു സാഫല്യത്തോടെ വളരെ തിടുക്കത്തിൽ അദ്ദേഹം സിക്കമോർ മരത്തിൽ താഴെ ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. സക്കേവൂസ് തരുന്ന ഒന്നാമത്തെ സന്ദേശം, ദൈവസ്വരം കേൾക്കുമ്പോഴും ദൈവത്തോടായിരിക്കുമ്പോഴും അത് എത്രത്തോളം സന്തോഷത്തോടെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് സക്കേവൂസ് നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ സന്ദേശം, സക്കേവൂസിനോടൊപ്പം ഈശോ അവന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് സക്കേവൂസിന് ചുറ്റും ആ പ്രദേശങ്ങളിലൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒട്ടനവധി ദരിദ്രരുണ്ടായിരുന്നു. പക്ഷെ സക്കേവൂസ് കണ്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടെത്തിയ നിമിഷത്തിൽ സക്കേവൂസിൽ വലിയൊരു മനപരിവർത്തനമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, സക്കേവൂസ് തരുന്ന 2 സന്ദേശങ്ങൾ. 1, സന്തോഷത്തോടെ ദൈവത്തെ സ്വീകരിക്കുക. 2, സന്തോഷത്തോടെ വേദനിക്കുന്നവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുക. പല വിധത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് നമുക്ക് സന്തോഷത്തോടെ യേശുവിനെ പകർന്നു കൊടുക്കാം. അതിനുവേണ്ട അനുഗ്രഹം കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.